ഈ ഒരു പുളി കാണുമ്പോഴേ നമ്മൾ 90 കിഡ്സിന് ഓർമ്മ വരുന്നൊരു കാലമുണ്ട്. അതല്ലേ, കുറേ തല്ലോടിയും കുറേ കളവും പറഞ്ഞു നമ്മൾ പൈസ ഒക്കെ വാങ്ങി നമ്മൾ ഈ പുളി വാങ്ങിക്കത്തില്ലേ. നമുക്ക് ഓർക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടം. എത്ര മനോഹരമായിരുന്നു അല്ലേ ആ ഒരു പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന പുളിമിഠായിയൊക്കെ. നല്ല രസം തന്നെയായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എക്സാക്റ്റ് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ചിലപ്പോൾ എക്സാക്റ്റ് ആ ടേസ്റ്റ് കിട്ടിയതൊന്നും വരില്ല, എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നാരുകളും കുരുകളൊക്കെ മാറ്റി മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ നമ്മൾ ഉപ്പില്ലേ, ഉപ്പുപൊടിയും നമ്മളെ നല്ല ജീരകമില്ലേ അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ച് അധികം വേണം കേട്ടോ. പഞ്ചസാര കുറച്ച് ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയേ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് പോകുന്ന പരിവാകുമ്പോൾ നമ്മളെ പുളിമിഠായി സെറ്റ് ആയിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പുളിമിഠായി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നമുക്ക് കഴിക്കാം ചൂടാറിയതിന് ശേഷം. എക്സാക്റ്റ് ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല കേട്ടോ സംഭവം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്ക്. പുളിയാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ.